എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം എങ്ങനെയാണ് നമ്മൾ ഷിയറിന് ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. ഷിയറിന്റെ ഡിസൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റിറപ്സിന്റെ ഡയമീറ്റർ ചൂസ് ചെയ്യലും സ്റ്റിറപ്സിന്റെ സ്പേസിങ് ചൂസ് ചെയ്യലാണ്. സാധാരണയായിട്ട് നമ്മൾ 2 legged സ്റ്റിറപ്സ് ആണ് കൊടുക്കുക, ചതുരത്തിലുള്ള വളകൾ. ഇനി അത്യാവശ്യമാണെങ്കിൽ നമ്മൾ 8 legged സ്റ്റിറപ്സ് കൊടുക്കും. അങ്ങനെയൊന്നും ഒരിക്കലും പോകാറില്ല. അല്ലെങ്കിൽ 1 legged, സാധാരണ യൂഷ്വലി 2 legged സ്റ്റിറപ്സ് ആണ് ഉപയോഗിക്കുക. അതിന് ഉപയോഗിക്കുന്ന ബാർ ഡയമീറ്റേഴ്സ് 6 mm ഉപയോഗിക്കാറുണ്ട്, 8 mm ഉപയോഗിക്കാറുണ്ട്, അതുപോലെ 10 mm ഉപയോഗിക്കാറുണ്ട്. അതിനും മുകളിൽ ഉള്ള കമ്പികളൊന്നും ഉപയോഗിക്കാറില്ല. അപ്പൊ നിങ്ങൾ കോമൺ സെൻസ് യൂസ് ചെയ്യണം. ചെറിയ കമ്പിയാണ് ഇങ്ങനെ വളച്ച് സ്റ്റിറപ്സ് ആക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് 12 mm-ന്റെയും 15 mm, 16 mm-ന്റെയും 20 mm-ന്റെ ഒന്നും കമ്പിയൊന്നും വളയ്ക്കാൻ പറ്റില്ല, ചെറിയ സ്റ്റിറപ്സ് ആക്കാൻ പറ്റില്ല. സോ ചെറിയ കമ്പികളാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു കോമൺ സെൻസ് നിങ്ങൾ ഉപയോഗിക്കണം. പിന്നെ മാക്സിമം കമ്പികൾ, ആ സ്റ്റിറപ്സ് വളകൾ തമ്മിലുള്ള ദൂരം 300 mm പാടുള്ളൂ, 30 cm. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറും അതിനോട് അടുത്തുള്ള വാല്യൂ ആയിരിക്കണം. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഡിസൈനിന് വേണ്ട കാര്യങ്ങൾ. സോ സാധാരണ ചെയ്യുന്നത് 8 mm-ന്റെയോ 10 mm-ന്റെയോ 12 mm-ന്റെയോ കമ്പി നമ്മൾ അസ്യൂം ചെയ്യും. പിന്നെ ബാക്കിയുള്ളത് അതിന്റെ സ്പേസിങ് നമ്മൾ കണ്ടുപിടിക്കുക. അതാണ് ശരിക്കും ഡിസൈൻ ഫോർ ഷിയർ എന്നതുകൊണ്ട് ബീംസിന്റെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഷിയർ ഡിസൈൻ ക്രൈറ്റീരിയയിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോവി കണ്ടുപിടിക്കലാണ്. ദിസ് ഇസ് നോൺ ആസ് ടോവി. ഓക്കെ, നിങ്ങൾ ഈ ഒരു പേജ് നമ്പർ 40 എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ട് നിങ്ങളുടെ എന്ത് ഡിസൈൻ സ്റ്റെപ്സ് മൊത്തം ഇതിലുണ്ട്. സോ 40.1 നോക്കുക. ടോവി is equal to VU by BD. നിങ്ങളുടെ എത്രയാണോ ഷിയർ ഫോഴ്സ് അതിനെ B into D, കണ്ടില്ലേ, ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്, എഫക്റ്റീവ് ഡെപ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് സ്ട്രെസ് കിട്ടും. ദാറ്റ് ഈസ് നോൺ ആസ് ടോവി. അതാണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ടോ സി. ഓക്കെ, സോ ടോ സി അറിയാനായിട്ട് എന്ത് ചെയ്യണം? ആദ്യം എത്ര പെർസെൻറ്റേജ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട് എന്ന് നമ്മൾ അറിയണം. എത്ര പെർസെൻറ്റേജ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട് നമ്മൾ അറിയണം. അതിന് 100 AST/BD കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും? എത്രത്തോളം ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട് എന്ന് മനസ്സിലാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ കോൺക്രീറ്റിന്റെ ഗ്രേഡ് നോക്കാം. 50 ആണോ 20 ആണോ 25 ആണോ എന്ന് നോക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ ഇതിനെടുത്ത്, ദാറ്റ് ഈസ് ടോസി. ടോസി നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അത് കെടുക്കുന്നത് ടേബിൾ 19-ലാണ്. ടേബിൾ 19-ലാണ് ടോസി കെടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ടോസി മാക്സ് ആണ്. അതിനായിട്ട് നമ്മുടെ കോൺക്രീറ്റിന്റെ ഗ്രേഡ് നോക്കുക. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ നിങ്ങൾ എടുത്തെഴുതുക. M15 ആണെങ്കിൽ 2.5, M20 ആണെങ്കിൽ 2.8. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോസി മാക്സ് ആണ് ഒരു കോൺക്രീറ്റിന് താങ്ങാവുന്ന, ഒരു സെക്ഷന് താങ്ങാവുന്ന മാക്സിമം സ്ട്രെസ്. ഒരിക്കലും ഒരു സെക്ഷനിലും ഇതിനേക്കാളും നമുക്ക് ഡിസൈൻ എളുപ്പമാക്കാനായിട്ട് ഞാനൊരു ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ഷിയർ ഡിസൈനിന്റെ ബേസിക്. ഇത് വെച്ചിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസൈൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്തത് ടോവി കണ്ടുപിടിച്ചു. ടോവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡ് ബൈ BD, ദാറ്റ് ഈസ് ടോവി. ദെൻ നമ്മൾ ടോസി കണ്ടുപിടിച്ചു. ടോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് ആണ്. ടോസി മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺക്രീറ്റ് എടുക്കുന്ന ഏറ്റവും കൂടുതൽ സ്ട്രെസ് ആണ്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ടോവി കാണണം, ടോസി നിങ്ങളുടെ IS കോഡിലെ ടേബിൾ 19 എടുത്ത് എഴുതണം, ടോസി മാക്സ് ടേബിൾ 20 എടുത്ത് എഴുതണം. ഫസ്റ്റ് കേസ് നോക്കാം. ടോവി നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ടോവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കാരണം കൊണ്ടുണ്ടായിട്ടുള്ള സ്ട്രെസ് ആണ്. അത് ടോസിയെക്കാട്ടിലും കുറവാണെങ്കിൽ, ഓക്കെ, അത് ടോസിയെക്കാട്ടിലും കുറവാണെങ്കിൽ നിങ്ങൾ മിനിമം റീഇൻഫോഴ്സ്മെന്റ് കൊടുത്താൽ മതി. എങ്ങനെയാണ് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ടോവി വാല്യൂ, ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്ന ഷിയർ സ്ട്രെസ്, ആ വാല്യൂ ടോസിയെക്കാട്ടിലും കൂടുതലാണ്. പക്ഷെ ടോസി മാക്സിനെക്കാട്ടിലും
കുറവാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. ശരിക്കുമുള്ള ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. ഇതെന്തായിരുന്നു? മിനിമം റീഇൻഫോഴ്സ്മെന്റ് ആയിരുന്നു. ദിസ് ഇസ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ്. എന്താണ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ വെർട്ടിക്കലോ ഇൻക്ലൈൻഡോ ആയിട്ടുള്ള സ്റ്റിറപ്സ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷിയർ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ടോവി വാല്യൂ, ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്ന വാല്യൂ ടോസി മാക്സിനെക്കാളും കൂടുതലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സെക്ഷൻ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ സെക്ഷൻ ഈസ് ടു ബി റീഡിസൈൻ. ആ സെക്ഷൻ നമ്മൾ മാറ്റണം, അതിന്റെ ബ്രെഡ്ത്തോ ഡെപ്തോ ഒക്കെ മാറ്റണം. ഞാൻ ഈ ഓരോ കേസും കേസ് എ, കേസ് ബി, കേസ് സി എങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഫസ്റ്റ് ടോവി കാണണം, ഇത് ഏതിലാണോ അത് ആ കേസാണ് നിങ്ങൾ നെക്സ്റ്റ് ഫോളോ ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കലാണ്. എ, ബി ഓർ സി വെച്ചിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കലാണ്. അതിൽ എ, അതായത് ടോവി വാല്യൂ ടോസിയെക്കാട്ടിലും കുറവാണെങ്കിൽ, കണ്ട ഇവിടെ എഴുതി വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്, when tau is less than tau c given in table 9, minimum shear reinforcement shall be provided in accordance with ഈ ക്ലോസ്. ഈ ഒരു ക്ലോസ് പ്രകാരമുള്ള മിനിമം റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഫോർമുല എഴുതി വെക്കാം. ഇതാണ് നമുക്ക് വേണ്ട ഫോർമുല. അതിൽ എ എസ് വി ഉണ്ട്, ബി ഉണ്ട്, എസ് വി ഉണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്ന ടേംസ് തന്നെയാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൊടുക്കുന്നത് 2 legged സ്റ്റിറപ്സ് ആണെങ്കിൽ, 2 legged സ്റ്റിറപ്സ് ആണെങ്കിൽ നമ്പർ ഓഫ് ലെഗ്സ് 2 എന്ന് നമ്മൾ കൊടുക്കണം. 4 legged സ്റ്റിറപ്സ് ആണെങ്കിൽ 4 എന്ന് കൊടുക്കണം. ഞാൻ പറഞ്ഞു, നമ്മൾ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റിന്റെ വെർട്ടിക്കൽ ആയിട്ടുള്ള എത്ര ലെഗ് ഉണ്ട് എന്നുള്ളതാണ് ലെഗിനെ സൂചിപ്പിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദി നമ്പർ ഓഫ് ലെഗ്സ്. സോ അത് കൊടുക്കണം. അസ്യൂം ദി ബാർ ഡയമീറ്റർ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ 8 mm കമ്പി വളച്ച് ഒരു ചതുരത്തിലുള്ള ഒരു കട്ട ഉണ്ടാക്കി. 8 mm കമ്പി വളച്ച് ചതുരത്തിലുള്ള ഒരു കട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് 2 legged സ്റ്റിറപ്സ് ആണ് വിത്ത് ക്രോസ് സെക്ഷൻ 5/4 × 8². സോ എന്റെ എ എസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 8 mm കമ്പിയുടെ ഏരിയ അല്ല, 2 × 8 mm കമ്പിയുടെ ഏരിയ ആണ്. ദാറ്റ് ഈസ് ദി എ എസ് വി. വി നമുക്കറിയാം. നമുക്ക് എപ്പോഴും ഷിയർ റീഇൻഫോഴ്സ്മെന്റിൽ നമ്മൾ ചെയ്യുന്നത് എസ് വി കണ്ടുപിടിക്കലാണ്, സ്പേസിങ് കണ്ടുപിടിക്കലാണ്. സോ ടോ വി ലെസ് ദാൻ ടോ സി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ പോയിട്ട് എസ് വി കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ദി റീഇൻഫോഴ്സ്മെന്റ്. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ടാമത്തെ കേസ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ കിട്ടിയിട്ടുള്ള ടോ വി വാല്യൂ ടോസിയെക്കാട്ടിലും കൂടുതലുമാണ്, എന്നാൽ ടോസി മാക്സിനെക്കാട്ടിലും കുറവും ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് 40.4 എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ വെർട്ടിക്കൽ സ്റ്റിറപ്സ് കൊടുക്കണം, അല്ലെങ്കിൽ ബെൻഡ് അപ്പ് ബാറുകൾ കൊടുക്കണം, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ് കൊടുക്കണം. സാധാരണ നമുക്ക് വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആണ് കൊടുക്കേണ്ടി വരിക. സോ ഈ ഒരു ഫോർമുല നിങ്ങൾ എടുത്ത് എഴുതണം. അപ്പൊ നിങ്ങൾക്ക് ഒരു വി യു എസ് എന്ന് പറഞ്ഞിട്ടൊരു ടേം കാണാം. വി യു എസ് എന്താണ് വി യു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോക്കാം. ഇപ്പോ നിങ്ങളുടെ കോൺക്രീറ്റിന് താങ്ങാൻ പറ്റുന്ന, അതായത് റീഇൻഫോഴ്സ്മെന്റ് ഇല്ലാതെ കോൺക്രീറ്റിന് താങ്ങാൻ പറ്റാവുന്ന സ്ട്രെസ് ആണ് ടോസി, അല്ലെ? റീഇൻഫോഴ്സ്മെന്റ്സ് ഇല്ലാതെ കോൺക്രീറ്റിന് താങ്ങാൻ പറ്റാവുന്ന സ്ട്രെസ് ആണ് ടോസി. ടോസി ഇൻറ്റു ബി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റീൽ ഇല്ലാതെ കോൺക്രീറ്റിന് താങ്ങാൻ പറ്റാവുന്ന ഷിയർ ഫോഴ്സ് ആണ്. നമ്മുടെ ഷിയർ ഫോഴ്സിൽ നിന്നും സ്റ്റീൽ ഇല്ലാതെ എത്ര ഫോഴ്സ് കോൺക്രീറ്റ് എടുക്കാൻ പറ്റും നോക്കാം. അതിന്റെ ബാക്കിയുള്ളതാണ് ഈ വി യു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിന്റെ ബാക്കിയുള്ളതാണ് ഈ വി യു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പൊ 100 നമ്മുടെ ടോട്ടൽ ഷിയർ ഫോഴ്സ്. ഓക്കെ, ഈ ടോസി ഇൻറ്റു ബി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 100 - 30 അതാണ് എന്ത്? വി യു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ സ്റ്റിറപ്സ് വെച്ച് നമ്മൾ റെസിസ്റ്റ് ചെയ്യേണ്ടത് ഇതാണ്. നേരത്തെ പറഞ്ഞ പോലെ 0.87 അറിയാം, എഫ് വൈ അറിയാം, ഡി അറിയാം. എസ് വി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എ എസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 legged ആണെങ്കിൽ 2 × ഏരിയ ഓഫ് ദി ബാർ, 4 legged ആണെങ്കിൽ 4 × ഏരിയ ഓഫ് ദി ബാർ, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ സ്പേസിങ് നിങ്ങൾ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് സി ആണെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ടോ വി വാല്യൂ ടോ സി മാക്സിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഒന്നുകിൽ ബ്രെഡ്ത്ത് കൂട്ടുക,
അല്ലെങ്കിൽ ഡെപ്ത് കൂട്ടുക, അല്ലെങ്കിൽ ഇത് രണ്ടും കൂട്ടുക. നിങ്ങൾ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. അതായത് നിങ്ങൾക്ക് ഒരിക്കലും ഈ 3 കേസും കൂടി ഒരിക്കലും വരില്ല. ഒന്നുകിൽ എ, ഒന്നുകിൽ ബി, അല്ലെങ്കിൽ സി. ഇതാണ് നിങ്ങൾക്ക് വരുള്ളൂ. പിന്നെ ഇതിന്റെ സ്പേസിങ് നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്ക് കിട്ടിയിട്ടുള്ള സ്പേസിങ് ഒരു കാരണവശാലും 0.75 DA കൂടാൻ പാടില്ല. ഓക്കെ, മാക്സിമം സ്പേസിംഗ് എന്ന് പറയുന്നത് 0.75 ടൈംസ് എഫക്റ്റീവ് ഡെപ്ത് ആയിരിക്കണം ഇത്. ഇനി അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പൊ ഒരു 350 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 350 എടുക്കാൻ പറ്റില്ല. മിനിമം നിങ്ങൾ എന്ത് കൊടുക്കണം, മിനിമം അല്ല, മാക്സിമം നിങ്ങൾ ഷിയറിന്റെ സ്റ്റിറപ്പ് സ്പേസിങ് 300 ആണ് കൊടുക്കാൻ പാടുള്ളൂ. അത് എന്തൊക്കെ കണ്ടീഷൻ വന്നാലും, എത്ര കുറവ് ലോഡ് വന്നാലും, കുറവ് ലോഡ് വരുമ്പോൾ എന്താ സംഭവിക്കുക, സ്പേസിങ് കൂടി വരും, അകത്തി കമ്പിടേണ്ടി വരും. ലോഡ് കൂടുന്തോറും നമ്മൾ ഇടുന്ന നമ്മുടെ വളയാണുള്ള സ്റ്റിറപ്സ്, അത് അടുത്തടുത്തിടേണ്ടി വരും. സോ ഇതാണ് ഇതിന്റെ കാര്യം. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വരയ്ക്കുക, അതിന്റെ ഡീറ്റെയിലിംഗ് കറക്റ്റായിട്ട് കാണിക്കുക. ഇതാണ് ഇതിന്റെ സ്റ്റെപ്പ്. 5 സ്റ്റെപ്പ് ഉള്ളൂ, അത് നോക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടോവി കണ്ടുപിടിക്കുക, ടോസിയുടെയും ടോസി മാക്സും ആയിട്ട് കമ്പയർ ചെയ്യുക, എന്നിട്ട് ഏതാണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അതുപോലെ ചെയ്യുക. അതാണ് ഷിയറിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇനി ഇതിനൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഒരു ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബീമിന്റെ സൈസ് തന്നിട്ടുണ്ട് 250/400, ക്ലിയർ കവർ 30, ടെൻഷൻ സൈഡിൽ 3 കമ്പി ഉണ്ട്, 20ന്റെ 3 കമ്പി ഉണ്ട്, സ്റ്റീലിന്റെ ഗ്രേഡും കോൺക്രീറ്റിന്റെ ഗ്രേഡും ഉണ്ട്, ഷിയർ ഫോഴ്സ്. ഇത് 3 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ ഇത് ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഒരുമിച്ച് ആക്കിയെന്നുള്ളൂ. 1 30 kN, 2 100 kN, 3 200 kN. സോ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീമിന്റെ സെക്ഷനും സ്റ്റീലിന്റെ റീഇൻഫോഴ്സ്മെന്റും, അതായത് ലോഞ്ചിറ്റ്യൂഡണൽ റീഇൻഫോഴ്സ്മെന്റ്. ലോഞ്ചിറ്റ്യൂഡണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, താഴത്തിടുന്ന അല്ലെങ്കിൽ മുകളിലിടുന്ന റീഇൻഫോഴ്സ്മെന്റ് അർത്ഥം. ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് എന്നാണ് അർത്ഥം, ട്രാൻസ്വേഴ്സ് ആണ്. ഓക്കെ, ഇത് വർക്കിംഗ് ഷിയർ ഫോഴ്സുകളാണ്. നമ്മൾ ഇതിനെ ഫാക്ടർ ചെയ്യണം 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അതൊന്നും മറക്കരുത്. ബേസിക് ആയിട്ട് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതാം. ബി എഴുതി, ഡി എഴുതി, ക്ലിയർ കവർ എഴുതി, സ്മോൾ ഡി കണ്ടുപിടിച്ചു, ക്ലിയർ കവറും ഹാഫ് ദി ബാർ ഡയമീറ്ററും കുറച്ചപ്പോൾ 360 എന്ന് കിട്ടി. നമുക്കറിയാം ഒരു സ്ട്രക്ചറൽ എലമെന്റിന് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന, സ്ട്രക്ചറലി എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് സ്മോൾ ഡി ആണ്. സോ ഇതാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക. FY250 എഴുതി, 250 അല്ല 415 എഴുതി, അതുപോലെ FCK 20 എഴുതി. ഇനി AST കണ്ടുപിടിച്ചു. 3 കമ്പിയാണുള്ളത് 20ന്റെ. സോ 3 × 20 ഏരിയ. സോ നമുക്ക് ഇത്രയും കിട്ടി. പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് കണ്ടുപിടിച്ചു 100 AST/BD. ഓക്കെ, ഇത് എന്തിനാണ് പിടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോസി കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, PT വേണം. ആ ടേബിൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആവും. സോ 1.05. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ എടുത്ത് എഴുതുക. നമ്മുടെ ടേബിളിലോട്ട് വരിക. ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് 1.04 ആണ്. അത് ഏകദേശം ഇവിടെ തന്നെ ആയിരിക്കും എടുക്കുക, 1.04. ഗ്രേഡ് M20 ആണ്. സോ രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ആ ഭാഗം 0.62. നമ്മുടെ ടോസി വാല്യൂ ഈ ഒരു പ്രോബ്ലത്തിൽ ടോസി വാല്യൂ 0.62 ആണ്. എടുത്ത് വൃത്തിയായിട്ട് അവിടെ എഴുതി വയ്ക്കുക. ദെൻ ടേബിൾ 20 നോക്കുക. M20 ഗ്രേഡ് ആണ് കോൺക്രീറ്റ് ആയിരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ടോസി മാക്സിന്റെ വാല്യൂ 2.8 Nm² ആണ്. അതും അവിടെ എഴുതി വയ്ക്കുക. നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ബി, ഡി, ക്ലിയർ കവർ, ഇതൊക്കെ എഴുതിയ കാര്യങ്ങൾ തന്നെയാണ്. ടോസി ആൻഡ് ടോസി മാക്സ്, ഇത്രയും കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് അവിടെ എഴുതി വയ്ക്കുക. ഇനി ഞാൻ ഫസ്റ്റ് പ്രോബ്ലം എടുക്കുകയാണ്. വർക്കിംഗ് ഷിയർ ഫോഴ്സ് 30 എടുത്തു, 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 45 ആക്കി. ടോ വി, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആള്. ടോ വി കണ്ടുപിടിച്ചു. VU/BD 0.5 കിട്ടി. 62നേക്കാട്ടിലും കുറവാണ് ടോ വി. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ്. അതായത് നേരത്തെ A, B, C എന്ന് പറഞ്ഞ ആ ഫ്ലോ ചാർട്ടിൽ A ആണ് നമ്മുടെ കേസ്. സോ പ്രൊവൈഡ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ്. ക്ലോസ് ഒന്നും കൂടി ഞാൻ കാണിച്ചു. 40.3, 25.5.1.6 എടുക്കുക, ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതിൽ ASCയുടെ സ്ഥാനം കൊടുക്കണം. 2 legged stirrups ആണ്, 8 mm ആണ്. സോ ASV is equal to 2 × π/4 × 8².
ഓക്കെ, ഇതാണ് ASV. ബാക്കി എല്ലാം നമുക്കറിയാം. SV കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? 362.96 എന്ന് കിട്ടും. സോ 2-legged stirrups at 360 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. ഇതാണ് നമ്മളുടെ മിനിമം റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് 8 mm കമ്പി എടുത്ത് ചതുരത്തിലാക്കിയിട്ട് 360 mm ഡിസ്റ്റൻസിൽ ഇട്ടിട്ട് പോകണം എന്നാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പക്ഷെ നമ്മുടെ ചെക്ക് ഫോർ സ്പേസിങ് നോക്കിയപ്പോൾ എന്താ വേണ്ടത്? മാക്സിമം സ്പേസിങ് 0.75D വരെ പറ്റുള്ളൂ. 270 വരെയാണ് പറ്റുള്ളൂ സ്പേസിങ്. അല്ലാതെ 360 ഒന്നും നടക്കണ കാര്യമല്ല മക്കളെ എന്നാണ് പറയണത്. സോ 8 mm കമ്പി എടുത്ത് ചതുരത്തിലാക്കി വളച്ച് 270 mm സ്പേസിങ്ങിൽ നമുക്ക് ഇട്ടുകൊടുക്കാം. ഓക്കെ, പറഞ്ഞിട്ട് എന്താണ്? 270 അല്ലെങ്കിൽ 300 എന്ന് പറഞ്ഞിട്ടുള്ള. സോ 270 കൊടുക്കാം. ഇതാണ് അതിന്റെ ഡീറ്റെയിലിങ്. 8 mm 2-legged stirrups at 270. ഈ ഒരു സാധനം വരയ്ക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. ഇത് മറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് അറിയില്ല എന്നാണ് അർത്ഥം. നിങ്ങൾ ചോദിക്കണ്ടോ, ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ടൈ, ഈ ഒരു കെട്ടുന്ന ഭാഗം താഴ്ത്തേക്ക് കൊടുത്തുകൂടെ എന്ന് ചോദിക്കണ്ടോ? ഇവിടെയോ കൊടുത്തുകൂടെ? കൊടുക്കാൻ പാടില്ല. കാരണം നിങ്ങൾ അതിന്റെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആലോചിക്കുക. താഴ്ഭാഗത്ത് ടെൻഷനാണ്, മോൾ ഭാഗത്ത് കംപ്രഷനാണ്. ഈ ഒരു ഹുക്ക് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹുക്ക് അകലാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെയാണെങ്കിലോ, ഇവിടെ കംപ്രഷൻ ആയതുകൊണ്ട് എന്ത് വന്നാലും ഈ ഹുക്ക് അടുത്തടുത്തേക്ക് വരുള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ് ദി റീസൺ ബിഹൈൻഡ് ദി പൊസിഷൻ ഓഫ് ദി ഹുക്സ് ഹിയർ ഓൺ ദി ടോപ്പ് സൈഡ് അല്ലെങ്കിൽ ഓൺ ദി കംപ്രഷൻ സൈഡ്. സോ കാൻലിവർ എടുക്കുകയാണെങ്കിൽ നമ്മൾ താഴത്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. വർക്കിംഗ് ഷിയർ ഫോഴ്സ് 100 kN. ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഷിയർ ഫോഴ്സ് തന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. WL/2 വെച്ച് കണ്ടുപിടിക്കണം. UDL ആണെങ്കിൽ. പോയിന്റ് ലോഡ് ആണെങ്കിൽ W/2 വെച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഫാക്ടറി ഷിയർ ഫോഴ്സ് 150, ടോവി കണ്ടുപിടിച്ചു 1.67, ടോസി 0.62 ആണ്, ടോസി മാക്സ് 2.8 ആണ്. സോ ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് നമ്മുടെ വാല്യൂ എടുക്കുന്നത് 1.67. സോ നമ്മൾ എന്ത് ചെയ്യണം? മിനിമം റീഇൻഫോഴ്സ്മെന്റ് കൊടുത്താൽ പോരാ, മാക്സ് ശരിക്കുള്ള റീഇൻഫോഴ്സ്മെന്റ് തന്നെ കൊടുക്കണം. നമുക്ക് കൊടുക്കാം. ബി ആണ് നമ്മുടെ കേസ്. ബി ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കാണാനായിട്ട് VUS കണ്ടു. VU മൈനസ് കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ശരിക്കുള്ള ഷിയർ ഫോഴ്സ്. അതിൽ നിന്നും കോൺക്രീറ്റിനെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഷിയർ ഫോഴ്സ് ആണിത്. 0.62 ഇൻറ്റു ആണോ ടോസി ഇൻറ്റു B ഇൻറ്റു D. അത് കുറച്ച് കളഞ്ഞപ്പോൾ ഇത്രയും കിട്ടി. ഇത്രയും ന്യൂട്ടൺ ആണ് എന്ത്? നമ്മുടെ VUS. ഡയമീറ്റർ എടുത്തു, 2-legged എടുത്തു. ASV നേരത്തെ വാല്യൂ തന്നെയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സ്പേസിങ് കണ്ടുപിടിക്കുക. ഇപ്പൊ എന്ത് കിട്ടി? 138 എന്ന് കിട്ടി. കുറച്ച് കുറയ്ക്കുക. എപ്പോഴും സ്പേസിങ് എപ്പോഴും കുറയ്ക്കാനേ പാടുള്ളൂ. ഓക്കെ, ഒരിക്കലും കൂട്ടാൻ പാടില്ല. സ്പേസിങ് എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പികൾ തമ്മിലുള്ള അകലാണ്. ആ അകലം ഒരിക്കലും കൂട്ടരുത്, കുറയ്ക്കാനേ പാടുള്ളൂ. റൗണ്ട് അപ്പും റൗണ്ട് ഡൗൺ ഉണ്ടല്ലോ, അത് നമ്മൾ ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, സോ എന്ത് ചെയ്യാം? 8 mm 2-legged stirrups 120 സെന്റർ ടു സെന്ററിൽ നമുക്ക് കൊടുക്കാം. ഈ ശ്രദ്ധിക്കേണ്ടത് ഈ VUSന്റെ കാര്യമാണ്. VUS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VU മൈനസ് ടോസി ഇൻറ്റു BD ആണ് എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മാക്സിമം സ്പേസിങ് നോക്കാം. 0.75D 270 ആണ് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 300. നമ്മുടെ 120 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 120 തന്നെ കൊടുക്കാം. അപ്പൊ അതിന്റെ ഡിസൈനും കഴിഞ്ഞു. ഡീറ്റെയിൽ ചെയ്തു. 8 diameter 2-legged stirrups at 120 mm സെന്റർ ടു സെന്റർ. അതും കഴിഞ്ഞു. ഭയങ്കര ഈസി ആണ് കേട്ടോ ഷിയറിന്. ശരിക്കും പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. കാരണം അത്രയ്ക്ക് വലിയ സ്റ്റെപ്സ് ഒന്നും വരില്ല. ഇപ്പോ സാധാരണ നമ്മൾ സിംഗിൾ റീഇൻഫോഴ്സ്ഡോ അല്ലെങ്കിൽ ഡബിൾ റീഇൻഫോഴ്സ്ഡോ BM ഡിസൈൻ ചെയ്യുന്ന അത്രയ്ക്കൊന്നും വരുന്നില്ല. ദെൻ ഇനി മൂന്നാമത്തെ വർക്ക് ഷിയർ ഫോഴ്സ് 200 ആണ്. 200 ആണെങ്കിൽ ഫാക്ടർ ചെയ്യുമ്പോൾ 300 ആയി. ടോവി 3.33 ആണ്. 2.8നേക്കാളും വളരെ വളരെ കൂടുതലാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ സെക്ഷൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മൾ ഈ സെക്ഷൻ മാറ്റണം. സോ സെക്ഷൻ ഈസ് ടു ബി റീഡിസൈൻഡ്. അല്ലെങ്കിൽ B കൂട്ടുക അല്ലെങ്കിൽ D കൂട്ടുക. ഇതാണ് നിങ്ങൾ എക്സാമിന് എഴുതി വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഷിയറിന്റെ ഡിസൈൻ കഴിഞ്ഞു.
ഇതിന് ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ല, ഇത് ഇത്ര ഉള്ളൂ. എഴുതി വയ്ക്കുക. ഇങ്ങനത്തെ കാരണം കൊണ്ട് സെക്ഷൻ റീഡിസൈൻ ചെയ്യണമെന്ന് എഴുതി വയ്ക്കുക. ഷിയറിന്റെ ഡിസൈൻ നമ്മുടെ ഇത്രയൊക്കെയാണ് ഷിയറിന്റെ കാര്യത്തിൽ പഠിക്കാനുള്ളത്. ഷിയർ റീഇൻഫോഴ്സ്മെന്റ്സ് എങ്ങനെയൊക്കെയാണ് കൊടുക്കുക എന്നാണ് ഒരു ചോദ്യം ചോദിക്കുക. അതിന് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. എത്ര ടൈപ്പ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ്സ് ഉണ്ടെന്ന് മൂന്നാമത്തെ ചോദ്യം ചോദിക്കാം. ഡിസൈൻ സ്റ്റെപ്സ് ചോദിക്കാം. ഓക്കെ, പിന്നെ ഡിസൈൻ ചോദിക്കാം. ഓക്കെ, ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്പേസിങ് കാണാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തിൽ പഠിക്കാനുള്ളത്. അപ്പം എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.